നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മധുരം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പൊങ്കൽ, സംക്രാന്തിയൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെ സ്വീറ്റ് ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവം വെച്ചിട്ടാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമല്ല, ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഗോതമ്പ് കേസരിന്നോ അല്ലെങ്കിൽ ഗോതമ്പ് ഹൽവന്നോ ഒക്കെ വിളിക്കാം കേട്ടോ. എളുപ്പം ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ഗോതമ്പ് കേസരി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഈ കേസരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, പുറത്തുനിന്ന് വാങ്ങുന്നോ അല്ലെങ്കിൽ നമ്മൾ പൊടിപ്പിക്കുന്നോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, 3/4 കപ്പ്. പിന്നെ നെയ്യ് വേണം. നെയ്യ് ഒരു 4 ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏകദേശം നോക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും വേണം. അതിൻ്റെ കൂടെ ഒരു 5 ഏലക്ക കൂടി എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പൊടിയായാലും കുഴപ്പമില്ല, പൊടി ചേർത്ത് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വെള്ളം ആവശ്യമാണ്, 1.5 കപ്പ് വെള്ളം. അപ്പോൾ ആദ്യം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഗോതമ്പ് പൊടി വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഗോതമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണവും മാറും, അതുപോലെ തന്നെ കളറും ഒന്ന് ചേഞ്ചായി വരും, ചെറിയതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറും. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടി 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ മണ്ണും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം വീണ്ടും പാനിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വറുത്ത് വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് ശർക്കര പാനിയൊക്കെ ഇതിൽ പിടിച്ചു വരണം. അപ്പോൾ ഇതാ നന്നായി ആ വെള്ളം ഒക്കെ പോയി ഇപ്പം നമ്മളെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നെയ്യ് ചേർത്താൽ മതി. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി. അപ്പോൾ നമ്മുടെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ ഗോതമ്പ് കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെളുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമൊക്കെ പാകത്തിനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.